പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വളരെ പ്രത്യേകമാം വിധം ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കും. കാരണം ഞങ്ങളുടെ രൂപതയിൽ ഈ ഒരാഴ്ച മുഴുവൻ ഞങ്ങളുടെ വൈദികരുടെ ധ്യാനമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളെല്ലാ വൈദികർക്ക് വേണ്ടിയും ഞങ്ങളുടെ മെത്രാന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ അപേക്ഷിക്കുകയാണ്. ആയതിനാൽ നാളെ ചൊവ്വാഴ്ച അച്ഛൻ ആരെയും കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ വൈകുന്നേരം 6 മണി മുതലുള്ള ശുശ്രൂഷയിൽ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തിട്ട് ഓടി ധ്യാനത്തിന് പോകും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പ്രത്യേകം ഈ ആഴ്ചയിൽ യാതൊരുവിധ അപ്പോയിൻമെൻറ്റും അച്ഛൻ എടുത്തിട്ടില്ല. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ഓർക്കണം. ഈ ചൊവ്വാഴ്ച അച്ഛൻ ആരെയും കാണുന്നില്ല. അടുത്ത ചൊവ്വാഴ്ച നേരത്തെ ബുക്ക് ചെയ്താൽ അച്ഛൻ കാണുന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളെല്ലാവരും ഈശോയുടെ അടുത്ത് സമർപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്നേ ദിനം ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലും വചനം കേട്ടും പ്രാർത്ഥിച്ചിരിക്കുന്ന ദിവസമാണ്. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും, അതുപോലെ അച്ഛൻ്റെ ധ്യാനത്തിലും അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും, ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. നിങ്ങളുടെ മേലുള്ള കുരുക്കുകളും കെട്ടുകളും അസ്വസ്ഥതകളും ഭാരങ്ങളും ആകുലതകളും എല്ലാം മാറിപ്പോകാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കും. തൊഴിൽ തടസ്സങ്ങളും മറ്റ് ബന്ധനങ്ങളും കുടുംബത്തിലെ അസ്വസ്ഥതകളും കലഹങ്ങളും നനച്ചിരിക്കാത്ത സമയത്ത് വരുന്ന രോഗങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അസ്വസ്ഥതകളും മനസ്സിൻ്റെ വിഷമതകളും ആന്തരിക മുറിവുകളും വിദേശത്ത് രോഗിയായി കൃത്യസമയത്ത് ഡോക്ടറിനെയോ കൃത്യമായ മരുന്നോ കഴിക്കാൻ പറ്റാതെ വിഷമിക്കുകയോ വേദനിക്കുകയോ ചെയ്യുന്നവരെയും പ്രത്യേകം സമർപ്പിക്കുക. എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകം സമർപ്പിക്കുക. കുഞ്ഞുങ്ങളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ, ശൈശവ സംബന്ധമായ രോഗങ്ങൾ, ഉറക്കത്തിലെ ഞെട്ടലുകൾ, അവരുടെ സംസാരത്തിലുള്ള ബന്ധനങ്ങൾ, അവരുടെ വളർച്ചയിലുള്ള ബന്ധനങ്ങൾ, ബുദ്ധിയുടെ മാന്ദ്യങ്ങൾ, അവരുടെ മേലുള്ള പിരിപിരിപ്പുകൾ, അസ്വസ്ഥതകൾ, അനുസരണക്കേടുകൾ, മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് പെരുമാറാൻ പറ്റാത്ത അവസ്ഥകൾ, മൊബൈൽ ഫോണിനോടുള്ള ആസക്തികൾ, മറ്റു പല വിധത്തിലുള്ള ബന്ധനങ്ങൾ, രോഗപീഠകൾ, അലർജി, തുമ്മൽ, തലവേദന, ജലദോഷം, ശരീരം ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥ, വാതരോഗങ്ങൾ, മുതിർന്നവരുടെ വാതരോഗങ്ങൾ, അപസ്മാരങ്ങൾ, ശ്വാസം മുട്ടലുകൾ, ചെവിവേദനകൾ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന അവസ്ഥകൾ, കണ്ണുവേദനകൾ, തിമിരത്തിൻ്റെ അസ്വസ്ഥത, കണ്ണിന് വെള്ളം വരുന്ന അവസ്ഥ, കാഴ്ചക്കുറവുകൾ, വിട്ടുമാറാത്ത തലവേദനകൾ, തല ഇങ്ങനെ പെരുത്തു വരുന്നത് പോലുള്ള അവസ്ഥ, മാനസികമായ പീഡകൾ, അകാരണ ഭയങ്ങൾ, ദുഃഖങ്ങൾ, വിഷാദങ്ങൾ, നിരാശകൾ, അസ്വസ്ഥതകൾ, തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, യാത്രയുടെ മേലുള്ള തടസ്സങ്ങൾ, വിസയുടെ മേലുള്ള ബന്ധനങ്ങൾ, മത്സര പരീക്ഷകൾ, IELTS, OET അതുപോലത്തെ പരീക്ഷകൾ വിജയിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ, കേറ്ററ്റിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ട പീഡകൾ, അസ്വസ്ഥതകൾ, തടസ്സങ്ങൾ, ആകുലതകൾ എല്ലാം വിട്ടുമാറട്ടെ. ശരീരത്തിൻ്റെ അസ്വസ്ഥത, വയറുവേദന, അടിവയറ്റിലെ വേദന, ശരീര തളർച്ച, കഴല രോഗങ്ങൾ, അസ്വസ്ഥത, പാൻക്രിയാസിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, കിഡ്നിയുടെ മേലുള്ള ബന്ധനങ്ങൾ, മൂത്രത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, നിഗൂഢമായ രോഗങ്ങൾ, ബാത്റൂമിൽ പോകാനുള്ള തടസ്സങ്ങൾ, അസ്വസ്ഥതകൾ, ബാത്റൂമിൽ പോകുമ്പോൾ രക്തം വരുന്ന അവസ്ഥകൾ, കയ്യിലെ മുഴകൾ, ശരീരത്തിൽ ഇങ്ങനെ പഴുപ്പ് കയറിയിരിക്കുന്ന അവസ്ഥകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ നിന്ന് അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് അത് വിട്ടുമാറാൻ ഏതെങ്കിലും തരത്തിലുള്ള പീഡകളോ ബന്ധനങ്ങളോ ആണെങ്കിൽ അവയൊക്കെ ബഹിഷ്കരിക്കപ്പെടാനും, അത് നമ്മളെ പരിശോധിക്കുന്ന ഡോക്ടർമാരൊക്കെ അനുഗ്രഹിക്കപ്പെടാനും, കഴിക്കുന്ന മരുന്നൊക്കെ ആശീർവദിക്കപ്പെടാനും, അങ്ങനെ ദിവ്യമായ ഔഷധമായി ഈ പ്രാർത്ഥനയിലൂടെ വലിയ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈ ഒരാഴ്ച മുഴുവൻ നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ,
അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആ സുവിശേഷത്തിൽ നിങ്ങൾ പങ്കുചേരുക. അപ്പോൾ തന്നെ സാത്താൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. നിങ്ങളുടെ പറമ്പിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ ചിന്തകളിൽ നിന്ന്, നിങ്ങളുടെ നോട്ടങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പുതിയ പ്രോജക്റ്റുകളിൽ നിന്ന്, പുതിയ പദ്ധതികളിൽ നിന്ന് യേശുനാമത്തിൽ തിന്മകളും തടസ്സങ്ങളും വൈകാരികമായ ബന്ധനങ്ങളും അസ്വസ്ഥതകളും ശത്രുദോഷങ്ങളും തിന്മയുടെ അരൂപികളും തടസ്സങ്ങളും കണ്ണുവെക്കലുകളും അസൂയകളും എല്ലാ ബന്ധനങ്ങളും മാറട്ടെ. പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസർ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു കുടുംബം പറഞ്ഞു, അച്ഛ ഇത് മറ്റുള്ളവരുടെ കണ്ണ് വെക്കലാണെന്നാണ് കരുതുന്നത്. അവരുടെ ഒരു മോള് പരിശോധിച്ചപ്പോൾ ബ്ലഡ് ക്യാൻസറാണ്. നല്ല കാണാൻ ഭംഗിയുള്ളൊരു കുഞ്ഞാ. ഈശോയെ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ആ പീഡ, ആ ബന്ധനം യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ക്യാൻസറുമായി മല്ലടിക്കുന്ന, ട്യൂമറുമായി മല്ലടിക്കുന്ന എല്ലാവരിൽ നിന്ന് യേശുനാമത്തിൽ അവയെല്ലാം വിട്ടുമാറട്ടെ. യേശുവേ, ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന അത്ഭുതത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറ്റണമേ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനഭാഗം മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായമാണ്. 19-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ തിരുവചനം. ഒരാൾ അവനെ സമീപിച്ചു, ഇങ്ങനെ ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? പ്രിയപ്പെട്ട മക്കളെ, നമ്മളെല്ലാവരും ഈ ലോകത്തിലേക്ക് വന്നത് നമ്മൾ സ്വർഗോന്മുഖമായി ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ അടിസ്ഥാന വിളി എന്ന് പറയുന്നത് ദൈവത്തിൽ അഭയം പ്രാപിക്കല, ദൈവത്തെ പ്രാപിക്കുക. ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ ശത്രുവായ സാത്താന് അതിഷ്ടമല്ല. ആയതിനാൽ ദൈവത്തിൽ നിന്ന് അകറ്റാൻ പലവിധ രോഗങ്ങളിലൂടെയും പലവിധ അസ്വസ്ഥതകളിലൂടെയും നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും, നമ്മളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കും. മക്കളെ, ആകുലപ്പെടേണ്ട. നമുക്ക് കർത്താവിനെ അനുഗമിക്കുക. നമുക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് എല്ലാറ്റിനേക്കാട്ടി ഉപരി ക്രിസ്തുവാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങൾ, വസ്തുവകകൾ, പ്രിയപ്പെട്ടവർ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം വരുന്ന എല്ലാം നമുക്ക് വിട്ടുപേക്ഷിച്ച് യേശുവേ എന്ന് വിളിച്ച് പുതിയൊരു അഭിഷേകത്തിലേക്ക് കടന്നു വരാം. സ്തുതിച്ച് മക്കളെ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശിന്റെ നിഗൂഢ ശക്തിയും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും നിന്നോട് ആജ്ഞാപിക്കുന്നു. സാത്താനെ, ഈ മക്കളിൽ നിന്ന് വിട്ടുപോ. മഹത്വപൂർണ്ണയും അമലോത്ഭയും തൻ്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരികളുടെ തല തകർത്തുകയും ചെയ്ത ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറിയം നിന്നോട് ആജ്ഞാപിക്കുന്നു. നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിൽ നിന്നും വിട്ടുപോകാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ സ്ലീഹന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും മറ്റു സ്ലീഹന്മാരുടെ വിശ്വാസം നിന്നോട് ആവശ്യപ്പെടുന്നു. നരകശക്തികളെ, തിന്മയുടെ രൂപികളെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെ ഈ വചനം കേൾക്കുന്ന മക്കളിൽ നിന്നും വിട്ടുമാറാൻ യേശുവിന്റെ നാമത്തിൽ ഈ അപ്പോസ്തലന്മാര് രക്തസാക്ഷികളോട് ചേർന്ന് കൽപ്പിക്കുന്നു. വിട്ടുപോ, ഈ മക്കളിൽ നിന്ന് വിട്ടുപോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദുരഹങ്കാരത്തിന് ആരോട് നീ സമനാണെന്ന് ഭാവിക്കുന്നുവോ ആ അത്യുന്നതനായ ദൈവമാണ് കൽപ്പിക്കുന്നത്. ഈ മക്കളിൽ നിന്ന് വിട്ടുപോ. തടസ്സങ്ങളും ബന്ധനങ്ങളും ദുരിതങ്ങളും ആകുലതകളും കടങ്ങളും പ്രശ്നങ്ങളും ബന്ധനങ്ങളും തളർച്ചകളും തകർച്ചകളും രോഗങ്ങൾ ഉണ്ടാക്കുന്ന നിന്റെ തുനിവ് ഇന്ന് അവസാനിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ദൈവജനത്തിൽ നിന്ന് വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഇന്നേ ദിനം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ്റെ താമസിച്ചുള്ള ധ്യാനം നടക്കുന്നത് സെപ്റ്റംബർ മാസം 18-ാം തീയതി വൈകുന്നേരം 3 മണി മുതൽ 21-ാം തീയതി
ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നടക്കുന്നത്. പ്രത്യേകം പെട്ടെന്ന് തന്നെ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കുചേർന്ന് നിരന്തരമുള്ള പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ പേര് കൊടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രത്യേക അറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന മുണ്ടക്കയം ചിറ്റടിയിൽ ആ മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടക്കാനിരുന്ന 28, 29, 30 തീയതികളിലെ കൺവെൻഷൻ മറ്റൊരു ദിനങ്ങളിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അത് 28, 29, 30 തീയതികളിൽ ആയിരിക്കില്ല. മറ്റു ദിവസം നിങ്ങളെ അറിയിക്കുന്നതാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.